നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണോ? നമ്മളെ കൂടെ ആരാണുള്ളത്? ഗസ്റ്റ് ആയിട്ട് സയാൻ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോയ ഒരു വ്ലോഗാണ്. അപ്പോൾ സിസ്റ്റേഴ്സിന് ഞാനും ഹസ്ബൻഡും കൂടെ കുറേ ഇങ്ങനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു സിസ്റ്ററുണ്ട്, അവളെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ കാറിൽ നിന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബട്ട് മൂവിക്ക് പോകാമെന്ന് ഇങ്ങനെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. ആൻഡ് ഈ അനശ്വരയുടെ ഈ മൂവിക്ക് പോയി. ആൻഡ് ഭയങ്കര ഒരു ഫാമിലി എൻ്റർടൈനർ പടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്ലാനിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നേരെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ഓപ്പോസിറ്റുള്ള ടോപ്പ് ഫോമിൽ പോയി. അവിടെ പോയിട്ട് നമ്മൾ ഫുഡെല്ലാം ഓരോരുത്തർക്കും വേണ്ട ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പ്ലാന് പ്രത്യേകിച്ചൊന്നും മൈൻഡിലില്ല. പിന്നെ നമ്മൾ നേരെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിൽ എത്തിയപ്പോൾ പിന്നെ അവിടെ ക്ലോസ് ആവാനായിട്ടുണ്ടായിരുന്നു ഏകദേശം. പക്ഷെ നമ്മൾ ജസ്റ്റ് അവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു, അതിലെല്ലാം കയറി. അതിൽ ഒരു പർപ്പിൾ കളർ ഇട്ട് നിലവഴിക്കുന്ന എൻ്റെ സിസ്റ്ററാണ്. ഭയങ്കര ആവശ്യത്തിൽ കയറിപ്പോയതാണ്. ബട്ട് അവസാനത്തിലേക്ക് ആയപ്പോൾ അവൾക്ക് വയ്യാണ്ടായി അങ്ങനെ പറയാമല്ലോ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോയി. ഞാൻ ആദ്യം വെള്ളത്തിലൊന്നും കളിച്ചില്ല, പക്ഷേ പിന്നെ എനിക്കെന്തോ പെട്ടെന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തോന്നി. ഞാൻ സംഭവം അടിച്ചിരിക്കുകയായിരുന്നു, കാരണം മഴയൊക്കെ അല്ലേ, ഇനി ഇത് നനഞ്ഞ് ഉണങ്ങി ടൈം എടുക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങാതിരുന്നത്. പക്ഷേ ഇവരെ ഒരു വൈബൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇറങ്ങാൻ തോന്നി. അങ്ങനെ നമ്മൾ ബീച്ചിൽ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴോ പോയി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ ഇടയിൽ അതെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു മഴയുടെയും കൂടെ ആയിരുന്നു, പക്ഷേ വി ഓൾ എൻജോയ്ഡ് എ ലോട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ആണല്ലോ നമുക്ക് ലൈഫ് ലോങ് മെമ്മറീസ് ആയിട്ട് പിന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഡേ ഗൈസ്. അപ്പം ഐ ഹോപ്പ് യു ഓൾസോ എൻജോയ്ഡ് മൈ വീഡിയോ. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ അറൗണ്ട് ഒരു 600+ ഫാമിലി ആയിട്ടുണ്ട്. We are like slowly growing to 1K soon, inshallah. Bye bye.